പ്രതിഭയാണ്, പ്രതിഭാസമാണ്, ചേർത്ത് പിടിക്കണം അല്ലേ? അഭിനയത്തിന്റെ ഉള്ളിൽ അഭിനയം അല്ലേ? നസ്നി ആദ്യം വന്നപ്പോഴ് പൊക്കോന്നാണോ പറഞ്ഞേ? ആദ്യം കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല, അല്ല കാണുന്നുണ്ടായിരുന്നു. അപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. ഓ, അത് ശരിക്കും പറഞ്ഞതാ. നസ്നിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ വിചാരിച്ചു അവിടെ കോമഡി ആക്കിയതാണ് ആളെ. അടുത്ത സീനിലാണ് വരേണ്ടത്. അതെ, ഞാൻ വെച്ചു ഇതെന്താ സംഭവം, ഞാൻ സീരിയസ് ആയിട്ട് പാടാ പോവാ അവിടെ നിന്ന്. അമ്മാതിരി ഒരു പാവം, പക്ഷെ ഭയങ്കര അഭിനയം കേട്ടോ. എനിക്ക് ചിരി വന്നിട്ടേ ഞാൻ സുൽഫീനെ നോക്കിട്ട് ചിരിക്കുക. കോമഡി ആയി പോയല്ലോ, പുള്ളി കൈ ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് തന്നില്ലല്ലോ എന്ന്. അത് ക്യാരക്ടർ ആയിരുന്നു എനിക്കറിയില്ലേ. അതൊന്നും വകവെക്കാതെ ഭയങ്കര വിഷമത്തോടെ അഭിനയിക്കുന്നു, തിരിച്ചു പോന്നു. ഭയങ്കര ശരിക്കും കയ്യടിയുണ്ട്. ക്യാരക്ടർ തന്നെ. ചേച്ചി സൂപ്പർ. അങ്ങനെ അഭിനയത്തെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി സംഗീതത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നസ്നി എന്ത് വലിയ പാട്ടെടുത്തോണ്ട് വന്നത് എന്നാ നസ്നി. ചങ്കുറ്റം, എന്റെ ചാൾസ് ശോഭരാജ് കൂടി ഇല്ലാത്ത ചങ്കുറ്റം. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ സംഗീതം അങ്ങനെയുള്ള സോങ്സ് പാടുന്നത്. സെമി ക്ലാസിക്കൽ ജീവിതത്തിൽ ആദ്യമായിട്ട്. അത് മനസ്സിലാവും ആദ്യമായിട്ടാണെന്നുള്ളത്. എന്നാലും അതിലൊരുപാട് നസ്നി കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഫീൽ ചെയ്യുന്നു. ആ മൗനസരോവരം എന്ന് ഞാൻ കേട്ടപ്പോൾ ഞാൻ ആദ്യം ഞെട്ടി. ഞാൻ വിചാരിച്ചു ദൈവമേ, നസ്നി ഇതെങ്ങനെ പാടും? നസ്നിക്ക് ഇത് വശമില്ലാത്തൊരു സംഭവമാണെന്ന് തോന്നുന്നു. ഇതെങ്ങനെ പാടുന്നു എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വെപ്രാളം പോലെയായിരുന്നു. പക്ഷെ തുടങ്ങിയപ്പോൾ ഹമ്മിങ് ഒക്കെ എടുത്ത് ഭംഗിയായി പാടി. അതില് നസ്നിയുടെ രീതിയിലേക്ക് നസ്നി കുറച്ചൊക്കെ മാറ്റി കൊണ്ടുവന്നു, കുറച്ച് സിമ്പിളാക്കി. പിന്നെ കുറെ സ്ഥലങ്ങൾ ട്രൈ ചെയ്ത പോലെ വന്നില്ല, എന്നാലും കുഴപ്പമില്ല. ഇതൊരു നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. എനിക്ക് നസ്നിയിൽ നിന്നും ഇങ്ങനെ ഒരു പാട്ട് കേൾക്കുന്നതിൽ ശരിക്കും ഞാൻ വളരെ ഹാപ്പിയാണ്. വെരി ഗുഡ്. വെരി ഗുഡ് അറ്റംപ്റ്റ്. വെരി ഗുഡ്. ഇതില് ഈ പാട്ടിന്റെ പോരായ്മകളുണ്ട്, ബട്ട് സ്റ്റിൽ നസ്നി കൊണ്ട് ആവുന്നത്രയും ഭംഗിയായി ഇത് പാടി. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് ഡബിൾ റോൾ. സുൽഫി, യു ആർ സൂപ്പർ. നന്നായി കേട്ടാ. ഇത്രേ ഉള്ളൂ, ഇത്ര പറയാനുള്ളൂ. അതെ, നസ്നീനെ കൊണ്ട് പറ്റുന്ന മനസ്സിലായില്ലേ ഇങ്ങനത്തെ പാട്ടും. അതെ, ഇതൊരു ശീലമായിക്കോളൂ. ഇനിയും ഇത്തരത്തിലുള്ള പാട്ടുകൾ എടുത്ത് ഇനിയും മേക്ക് ഇറ്റ് പെർഫെക്റ്റ് കേട്ടോ, കുറച്ചുകൂടി. നസ്നി, അങ്ങനെ ക്വാർട്ടർ ഫൈനൽ എലിമിനേഷനും കഴിഞ്ഞ് നമ്മൾ സെമി ഫൈനലിൽ എത്തി. സെമി ഫൈനലിലെ 2 പെർഫോമൻസുകളും കഴിഞ്ഞു. ഇനിതാ വീണ്ടും വന്നിരിക്കുന്നു. എന്താ ടെൻഷൻ അടിപ്പിക്കുന്ന സംഭവം? എലിമിനേഷൻ. അതെ, അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ഫിനാലെയാണ്, നമ്മുടെ ലാസ്റ്റ് ലാപ്പാണ്. അപ്പോ എലിമിനേഷൻ ഉണ്ട്, പക്ഷെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ആരോടാ പറയുന്നേ, നമ്മൾ ടെൻഷൻ അടിപ്പിക്കും തിരിച്ച്. അത്രേ ഉള്ളൂ. ഇത്രയും നാള് ഞാൻ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന എന്റെ എലിമിനേഷന്റെ ഒരു പവർ, ഒരു ടെൻഷൻ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അത്. ഒറ്റയടിക്ക് തീർത്തു തന്നത്. ഒരുപാട് നന്ദിയുണ്ട് അതില്. ഇനി ഉണ്ടാവില്ല, എപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കണം എല്ലാ കാര്യങ്ങളും. സത്യമാണ്. പക്ഷെ ഈ ഒരു പാട്ടിൽ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമം തോന്നി. കാരണം ആദ്യം അയച്ച പാട്ടിന് സെമി ക്ലാസിക്കല്, അപ്പൊ അതിന്റെ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും. അത് ശരിക്കും പാടാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. ഞാൻ വരട്ടെ കരഞ്ഞാ ഞാൻ അപ്പം കൂടെ വന്ന് കെട്ടിപ്പിടിക്കും. നസ്നി 2 പാട്ട് ശരിക്കും പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടിയിരിക്കണ്. അല്ല, ഇതില് നസ്നീന് എനിക്ക് സത്യം പറഞ്ഞാല് ആത്മാർത്ഥമായിട്ട് നസ്നിയോട് സ്നേഹം കൂടാണ്. കാരണം നസ്നിക്ക് പറ്റാവുന്ന ഒരു പാട്ടല്ല നസ്നി എടുത്തത്. ഒരുപാട് പ്രാക്ടീസ് ഒന്നും ഇല്ലാത്ത ആളാണ് ഈ ക്ലാസിക്കൽ പോലത്തെ പാട്ടൊക്കെ. പക്ഷെ അങ്ങനത്തെ ഒരു പാട്ട് എടുത്തു, അതും ഏതെങ്കിലും അല്ല, മൗനസരോവരം. ചിത്ര ചേച്ചിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടാണ്. അതാണ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ പറ്റുന്ന രീതിയിൽ, അവനവന് പറ്റുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്തു. മോശമായിട്ടൊന്നുമില്ല നസ്നി ആദ്യം എടുത്തു വെച്ച ഒരു ചോടവെപ്പല്ലേ ഇതിലേക്ക്. അപ്പൊ അതിന് മാക്സിമം കൊടുത്തു എന്നല്ലേ പറയണ്ടേ. ഇനി ഇതിനേക്കാൾ നന്നാവും. നസ്നി ബാക്കി കണ്ടസ്റ്റൻസിന്റെ പോലെ അങ്ങനെ മ്യൂസിക് പഠിച്ച ഒരാളല്ല. ജീവിതത്തിലെ പല പ്രശ്നങ്ങളിൽ നിന്ന് അതൊക്കെ തരണം ചെയ്തിട്ടാണ് ദാ ഇവിടെ പലർക്കും എത്താൻ പറ്റാത്ത ഈ വേദിയിൽ എത്തി നിൽക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യമായിട്ട് ഈ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ടാണ് ഈ സെമി ക്ലാസിക്കൽ എടുത്ത് പാടേണ്ടി വന്നത്. അത് വലിയ തെറ്റില്ലാതെ പാടി. ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അവർ പറയുന്നത്. ഇത്രേ ഉള്ളൂ കേട്ടോ, ഡോണ്ട് വെറി അല്ലേ. അതിന്റെ ഇടയില് രണ്ടുപേര് ഭയങ്കര കരച്ചില്. സുൽഫി ഇങ്ങനെ നടന്നു വരുമ്പോ നമ്മുടെ സീനിയേഴ്സിലുള്ള 2 പേര്, ദൈവമേ, സൗമ്യ അവിടെ ഇരുന്ന് കരച്ചിലോട് സൗമ്യയും പിന്നെ നമ്മുടെ വായാടിയും അപ്പുറത്തിരിക്കുന്നത്. അത് നസ്നി സ്റ്റേജില് പാടുമ്പോ കരഞ്ഞതുകൊണ്ടാണോ നിങ്ങൾക്ക് കരച്ചിൽ വന്നത്? അല്ല, ശരിക്കും എനിക്ക് ഇവരുടെ സുൽഫിക്കറുടെ അഭിനയം കണ്ടിട്ട് തന്നെയാണ്
സത്യമായിട്ടും. കാരണം ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ നസ്നി പാടിയതും മഞ്ജരി ചേച്ചി പറഞ്ഞ പോലെ നസ്ലിയിൽ നിന്ന് ഈ ഒരു സോങ് ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായി. താങ്ക് യു ചേച്ചി, താങ്ക് യു. എനിക്കൊരു ചെറിയൊരു ആഗ്രഹമുണ്ട്. എന്താ എന്റെ കുട്ടികളെ തീരെ സ്റ്റേജിൽ അയ്യോ വിളിക്കൂ വിളിക്കൂ. ഹലോ ഹലോ, എന്താ മോളുടെ പേര്? ഹംദ. മറ്റേ പറഞ്ഞേ എസാ. അപ്പൊ ആരാ ഇതില് പാട്ട് പാടുന്ന ആള്? ആരാ? ചേച്ചിയാണോ അനിയത്തിയാണോ? ചേച്ചി. അവള് കുറച്ച് നീയോ? പാടില്ല. നീ അനിയത്തി അമ്മയെ പോലെ വാചകമായിരിക്കും. എസാ, നീ എന്താ ചെയ്യണേ പറ. പാടില്ലേ? എന്താ ഒരു പാട്ട്? ഞാൻ ഉപ്പാനമാരി അഭിനയിക്കുകയുള്ളൂ. അഭിനയിക്കോ? ചെറിയൊരു താല്പര്യം. അംദാ, ഈ ഉമ്മ എങ്ങനെയാ വീട്ടിലൊക്കെ? തമാശയാണോ അതോ വഴക്ക് പറയൂ? സത്യം പറ. സത്യം പറ. വഴക്ക് പറയും. അമ്പോ നമ്മുടെ പള്ളി വിളിച്ച ഉമ്മയാണോ ഉപ്പയാണോ ഏറ്റവും കൂടുതൽ വഴക്ക് പറയാ? ഉമ്മാനെ ഉപ്പ വഴക്ക് പറയും. അതോ ഉപ്പാനെ ഉമ്മ വഴക്ക് പറയോ? ഈ കൈ ആദ്യം മാറ്റ്. കൊച്ചിനൊന്ന് കൈ വെച്ചിട്ട് സ്വിച്ചിട്ട് കളിക്കുക അപ്പുറത്ത്. ഉമ്മച്ചാണ് ഏറ്റവും വഴക്ക് ഉണ്ടാക്കുന്നത്. ഉമ്മച്ചി ഉപ്പാനെ ചീത്ത പറയുന്ന. ഉമ്മയുടെ അവിടുന്ന് മാറിയപ്പോ തന്നെ ഉത്തരം വന്നാണ്ടോ? ഉമ്മയുടെ മോള് തന്നെ. ഇവിടെ ചോദിക്കാം, ഉമ്മയാണോ ഉപ്പയാണോ ഏറ്റവും കൂടുതൽ വഴക്ക് പറയാ? നമ്മളെ വഴക്ക് പറയാനായിട്ടില്ല, എന്നാലും ഈ കൊച്ചു കുട്ടിയോട് ഇത്രയും ക്രൂരത വേണോ? അതെ, ദുഷ്ട. അയ്യോ പാവം. തമാശ. അതെ. അപ്പൊ എന്തായാലും നസ്നി, നമുക്ക് ഇനി മുമ്പിലുള്ളത് എലിമിനേഷൻ. അതെ. ഡോണ്ട് വെറി. ഇല്ല. ബി ഹാപ്പി. ഹാപ്പി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കേ, താങ്ക് യു. ടാറ്റാ. ബൈ. ഇവിടെ